നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഗംഗ ശിവപത്നിയായ കഥയാണ് ഇന്ന് പറയുന്നത്. ഒരിക്കൽ മഹാവിഷ്ണു തൻ്റെ പത്നിമാരായ ഗംഗ, സരസ്വതി, ലക്ഷ്മി എന്നിവരുമായി സ്വൈരസല്ലാപത്തിൽ ഏർപ്പെട്ടു. ഈ സന്ദർഭത്തിൽ ഗംഗാദേവി കാമാർത്തയായി തീരുകയും ഭഗവാനെ പ്രണയപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്തു. വിഷ്ണുദേവനും അപ്രകാരം ഗംഗയോട് പ്രണയ ചാബല്യങ്ങളിൽ ഏർപ്പെട്ടു. വിഷ്ണുവിൻ്റെ ഈ നടപടി സരസ്വതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ദേവി കുറച്ചുനേരം ക്ഷമിച്ചിരുന്നു. എന്നാൽ ദേവന്റെയും ഗംഗയുടെയും പ്രണയ കടാക്ഷങ്ങൾ വർദ്ധിച്ചു വന്നതേയുള്ളൂ. തങ്ങളെ കബളിപ്പിച്ച് ഭഗവാന്റെ സ്നേഹം കൂടുതൽ നേടാനുള്ള ഗംഗാദേവിയുടെ ശ്രമം സരസ്വതി ദേവിയെ കുപിതയാക്കി. ദേവി ചാടിയെഴുന്നേറ്റ് കോപത്താൽ അലറി, "നീ അതിസുന്ദരിയെന്ന് ഭാവിച്ചുകൊണ്ട് ദേവനെ ഞങ്ങളിൽ നിന്നും തന്ത്രപൂർവം അകറ്റുവാൻ ശ്രമിക്കുന്നുവോ? നിന്റേത് പാഴ്ശ്രമം തന്നെയാണ്. സപത്നികളായ ഞങ്ങളെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നുവോ?" എന്നിട്ടും കോപമടങ്ങാത്ത സരസ്വതി ദേവി ഗംഗയെ പ്രഹരിക്കുവാൻ തുടങ്ങി. ഈ രംഗങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ലക്ഷ്മി ദേവി സരസ്വതി ദേവിയെ തടഞ്ഞു. "ദേവി, ഇങ്ങനെ കുപിതയാകരുത്. നാം ഇരുവരും ഇപ്രകാരം പ്രവർത്തിച്ചിട്ടുള്ളതല്ലേ? അല്ലെങ്കിലും ഗംഗാദേവിയെ പ്രഹരിച്ചിട്ട് എന്താണ് ഫലം? നമ്മുടെ പതിയുടെ പ്രണയം ഇപ്പോൾ അവളുടെ മേലാണെന്ന് അനുമാനിക്കരുതോ? ദേവി, ഇപ്രകാരം പ്രവർത്തിച്ച് കലഹം വർദ്ധിപ്പിക്കാതിരിക്കുക." ലക്ഷ്മി ദേവിയുടെ ഇടപെടൽ സരസ്വതിക്ക് ഇഷ്ടപ്പെട്ടില്ല. "എന്ത്, എന്നെ തടയാനാണോ നിന്റെ ഭാവം? അപ്പോൾ നീയും ഗംഗയുടെ ചാബല്യത്തിന് കൂട്ടുനിൽക്കുന്നുവല്ലോ. എന്നെ വഞ്ചിക്കുന്നതിന് കൂട്ടുനിന്ന നീ നദിയായി മാറട്ടെ." സരസ്വതി ദേവി ലക്ഷ്മിയെ ശപിച്ചു. നിരപരാധിയായ ലക്ഷ്മി ദേവിയെ സരസ്വതി ശപിച്ചതിൽ ഗംഗാദേവി കുപിതയായി മാറി. ദേവി കോപത്താൽ വിറച്ചുകൊണ്ട് സരസ്വതിയുടെ നേരെ വിരൽ ചൂണ്ടി, "അഹങ്കാരി, നീ സാധുവും സ്നേഹമയിയുമായ ലക്ഷ്മിയെ ശപിക്കുന്നുവോ? നിന്റെ അസൂയയ്ക്ക് പകരമായി നീയും നദിയായി മാറട്ടെ." സരസ്വതിയും വിട്ടില്ല. ദേവി പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ഗംഗയെ ശപിച്ചു. "അങ്ങനെ നദിയാക്കിയ ശേഷം ദേവനുമായി രമിച്ചു കഴിയാമെന്ന നിന്റെ മോഹം നടക്കുകയില്ല. നീചയായ ഗംഗേ, നീ ഭൂമിയിൽ നദിയായി പിറക്കട്ടെ. ഭൂമിയിലൂടെ ഒഴുകുന്ന നിനക്ക് ഭൂമിയിലെ സർവപാപങ്ങളും വേദനകളും ഏറ്റുവാങ്ങാൻ ഇടവരട്ടെ." അങ്ങനെ 3 ദേവിമാരും നദിയായി മാറുമെന്ന് തീർച്ചയായി. അല്പസമയം കഴിഞ്ഞ് ദേവിമാരുടെ കോപം ശമിച്ചു. അപ്പോഴാണ് തങ്ങളുടെ ശാപത്തെക്കുറിച്ച് അവർ ബോധവതികളായത്. തങ്ങളുടെ പ്രിയതമനെയും സ്വർഗത്തെയും ഉപേക്ഷിച്ച് നദിയായി പിറക്കുക, എന്തൊരു അധപ്പതനമാണിത്! ഈ സമയം മുഴുവൻ മഹാവിഷ്ണു ഗൂഢമായ പുഞ്ചിരിയോടെ തൻ്റെ പത്നിമാരുടെ കോപം ആസ്വദിക്കുകയായിരുന്നു. അവർ പശ്ചാത്താപവിവശരായി കഴിഞ്ഞപ്പോൾ ദേവൻ ആശ്വാസവാക്കുമായി എത്തി. അദ്ദേഹം തൻ്റെ പ്രിയ പത്നിയായ ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചു. "ദേവി, നീ വിഷമിക്കേണ്ട. ഇതെല്ലാം വിധി നിയമമാണ്. നദിയായി ദേവി ജനിക്കുന്നത് പൂർവ്വ നിശ്ചയപ്രകാരമാണ്. ഈ ഭൂമിയിൽ ധർമ്മധ്വജന്റെ ഗൃഹത്തിൽ അയോനിജയായി ജനിച്ച് അവൻ്റെ പുത്രിയായി വളരും. അവിടെ വെച്ച് നീ ത്രിലോകങ്ങളെയും പരിശുദ്ധമാക്കി മാറ്റും. അതിനെ തുടർന്ന് നീ തുളസി എന്ന ദിവ്യ ഔഷധ ചെടിയായി മാറും. അക്കാലത്ത് എൻ്റെ അംശമായ ശംഖുചൂടൻ എന്നൊരു അസുരൻ പിറക്കും. പരാക്രമിയായ അവന്റെ പത്നി സ്ഥാനം അലങ്കരിക്കും. അതിനുശേഷം നീ പത്മാവതി എന്ന നദിയായി തീരും. ഒടുവിൽ നദീരൂപത്തെ ഭൂമിയിൽ അവശേഷിപ്പിച്ച് ദേവീരൂപത്തിൽ നീ വൈകുണ്ഠത്തിൽ വന്നുചേരും." അടുത്തതായി മഹാവിഷ്ണു സരസ്വതി ദേവിയെ നോക്കി. കുറ്റബോധത്താൽ ദേവിയുടെ ശിരസ്സു കുനിഞ്ഞു. ഭഗവാൻ അനുതാപത്തോടെ ദേവിയുടെ മുഖമുയർത്തിക്കൊണ്ടു പറഞ്ഞു, "സരസ്വതി, പശ്ചാത്താപം ഏത് തെറ്റിൻ്റെയും പാപ തീവ്രത കുറയ്ക്കും. എന്നാൽ നൽകിയ ശാപം തിരിച്ചെടുക്കുവാൻ ആരാലും സാധ്യമല്ല. ഒരുവന്റെ ശക്തിക്ക് ആധാരമായി വർത്തിക്കുന്നതുപോലും ആ ഘടകമാണ്. പ്രിയേ, ഗംഗാദേവിയുടെ ശാപപ്രകാരം നീയും ഭാരതഭൂമിയിൽ നദിയായി പിറക്കും. അതിനുശേഷം സത്യലോകത്ത് മടങ്ങിയെത്തുന്ന നീ ബ്രഹ്മാവിൻ്റെ പത്നി സ്ഥാനം അലങ്കരിക്കും." സരസ്വതി വിധേയത്വത്തോടെ ഭഗവാന്റെ വാക്കുകൾ ശ്രവിച്ചു. അതിനുശേഷം ഭഗവാൻ മഹാവിഷ്ണു ഗംഗാദേവിയെ സമീപിച്ചു. "ദേവി, അവിടെ നിന്ന് ശാപം ലഭിക്കുവാൻ കാരണക്കാരനായതിൽ ഞാനിപ്പോൾ ഏറെക്കുറെ
ദുഃഖിക്കുന്നുവെന്ന് തന്നെ പറയാം. എന്നാൽ അലിഖിതമായ നിയമങ്ങൾ അനുസരിക്കുവാൻ നാമും ബാധ്യസ്ഥൻ തന്നെയാണ്. തെല്ലുനേരം നിശബ്ദത പാലിച്ച ശേഷം തൻ്റെ വാക്കുകൾക്കായി ഉറ്റുനോക്കുന്ന ഗംഗാദേവിയോട് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു: പ്രിയങ്കരിയായ ദേവി, നീ ഭൂമിയിലെ പുണ്യനദിയായി വാഴ്ത്തപ്പെടും. ദേവി, നിനക്ക് ലഭിച്ച ശാപം ഒരർത്ഥത്തിൽ വരം തന്നെയാണെന്ന് കരുതിക്കൊള്ളുക. ഭൂമിയിലെ സർവ പാപങ്ങളും സ്വീകരിക്കുന്ന നിന്നെ ഏതൊരു ഭാരതീയനും അവൻ്റെ നാവിലൊരു വിശുദ്ധ മന്ത്രമായി ചൊല്ലിക്കൊണ്ടിരിക്കും. പ്രിയേ, നീ അഭിമുഖീകരിക്കാൻ പോകുന്നത് മനുഷ്യയാതനകളുടെ ദുരന്തമുഖങ്ങളാണ്. അവ നിനക്ക് ശക്തി പകരുക തന്നെ ചെയ്യും. ഭഗവാൻ തുടർന്നു പറഞ്ഞു: അല്ലയോ ഗംഗാദേവി, ഭഗീരഥൻ എന്നൊരു രാജാവായിരിക്കും നിന്നെ ഭൂമിയിൽ കൊണ്ടുപോകുന്നത്. അതിനാൽ നീ ഭാഗീരഥി എന്നറിയപ്പെടും. അക്കാലത്ത് നീ സമുദ്ര രാജാവായ വരുണന്റെയും ശന്തനുവെന്ന മഹാരാജാവിൻ്റെയും പത്നിയായിരിക്കും. തുടർന്ന് നീ ദേവീ രൂപത്തിൽ കൈലാസത്തിൽ മടങ്ങി വരിക. അന്ന് നീ ഭഗവാൻ ശിവശങ്കരന്റെ പത്നി സ്ഥാനം അലങ്കരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു അനുഗ്രഹിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹപ്രകാരം തന്നെ എല്ലാം സംഭവിക്കുകയും ചെയ്തു. ലക്ഷ്മി മഹാവിഷ്ണുവിൻ്റെയും സരസ്വതി ബ്രഹ്മാവിൻ്റെയും ഗംഗാദേവി പരമശിവന്റെയും പത്നിയായി മാറി.